തൊട്ടിയിൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഇതൊരാൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കി നമുക്കൊന്ന് റെഡിയാക്കാവേ. ചാമ്പലിലാണ് ഇത് വൃത്തിയാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഒരു വഴുവഴുപ്പാണിത്, നമ്മുടെ കയ്യിൽ പിടിച്ച് വൃത്തിയാക്കി എടുക്കാൻ പാടാണ്. ചാമ്പൽ ഇതുപോലെ നല്ലതുപോലെ ഇതിനകത്ത് പുരട്ടിയെടുക്കണം. ഈ മീനിന് നല്ല ചെതമ്പലുണ്ട് കേട്ടോ. ഇത് കട്ടി ചെതമ്പൽ. നമ്മൾ ഇരുമ്പ് കൊണ്ട് ആക്കിയാലും നമുക്ക് വൃത്തിയാവത്തില്ല. ഇത് കല്ലിലിട്ട് ഉരച്ച് വേണം എടുക്കാൻ. കല്ലിലിട്ട് ഉരയ്ക്കാനേ ഇതുപോലെ നല്ല ചെതമ്പൽ ഇങ്ങനെ ഇട്ട് ഉരച്ചെങ്കിൽ നല്ലതുപോലെ പോത്തുള്ളൂ, നല്ല വൃത്തിയാവുകയും ചെയ്യും. ഇത് വല്ലാത്തൊരു വഴുവഴുത്ത മീനാണ്. ചാമ്പൽ പുരട്ടുമ്പോഴേ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. ഇതും കല്ലിലിട്ട് നല്ലതുപോലെ ഉരയ്ക്കുമ്പോൾ നല്ല അങ്ങ് കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയാവുകയും ചെയ്യും. ചെതുമ്പലെല്ലാം പോയി വൃത്തിയാവുകയും ചെയ്യും. ഇത് നല്ല വൃത്തിയായി. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ ഒന്നും കൂടി ഇത് വൃത്തിയാവും. നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ട് വൃത്തിയാക്കുന്നത്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാമേ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതേ ഉപ്പും മുളകും പിടിക്കണം കേട്ടോ. ഇതിനകത്ത് വെളുത്തുള്ളി, കൊച്ചുള്ളി, ഒരു കാന്താരി, അല്പം ഇഞ്ചി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അല്പം കുരുമുളക്, ഉപ്പ്, ഇതിലല്പം നാരങ്ങ നീരും കൂടെ ചേർക്കാം. എന്നിട്ട് പേസ്റ്റാക്കി എടുക്കണം. നമുക്കിനി ഇതിനകത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാമേ. ഒരു അരമണിക്കൂർ ഇതുപോലെ അങ്ങ് വെച്ചിരുന്നാൽ നല്ലതാണ്. ഈ ചീനിച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. നേരത്തെ പേസ്റ്റ്